നിങ്ങൾ ബിടെക്കോ BAയോ BComോ BSCയോ അതുപോലുള്ള കോഴ്സുകൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ഇതുപോലുള്ള ഏതെങ്കിലും കോഴ്സിൽ ചേരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അഥവാ ജോലി കിട്ടിയാലും നിങ്ങളുടെ ശമ്പളം 10,000-ഓ 15,000-ഓ ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ പഠിച്ച നിങ്ങളുടെ സീനിയേഴ്സോ കസിൻസോ നിലവിൽ ഇന്ത്യയിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ എബ്രോഡ് പോയി തങ്ങൾ പഠിച്ച ജോലിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലികൾ ചെയ്യുന്നവരായിരിക്കും. ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തീരെ അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ കരിയർ ഗൈഡൻസ് കിട്ടുന്നതുമില്ല. നിലവിൽ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്നിരിക്കെയാണ് ഇപ്പോൾ ഇതാ AI കൂടെ വരുന്നത്. AI കാരണം ജോലി നഷ്ടപ്പെടാൻ പോകുന്ന പല മേഖലകളിൽ പ്രധാനപ്പെട്ടതാണ് അക്കൗണ്ടിങ്ങും ടീച്ചിങ്ങും. അതായത് ഇപ്പോൾ BComഉം MComഉം പഠിക്കുന്നവരും അതുപോലെ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും 5-8 വർഷം കൊണ്ട് AI കാരണം റീപ്ലേസ്ഡ് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന്. ഈ മേഖലകളിൽ മാത്രമല്ല, ഈ പറയുന്ന പ്രശ്നങ്ങൾ ഇനി അങ്ങോട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലും എല്ലാം ഉണ്ടാകാൻ പോവുകയാണ്. ഇതിലിപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റോ ആണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിന്റെ കൂടെ ഒരു AI റിലേറ്റഡ് കോഴ്സ് കൂടി ചെയ്യാൻ പറ്റുന്നതാണ്. AI ഫോർ അക്കൗണ്ടൻസ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് പ്രോഗ്രാം ഇൻ AI ഫോർ ഫൈനാൻസ് എന്നിങ്ങനെയുള്ള AI റിലേറ്റഡ് കോഴ്സുകൾ കൂടി നിങ്ങൾ നിങ്ങളുടെ വർക്കിനൊപ്പം അല്ലെങ്കിൽ പഠിത്തത്തിനൊപ്പം ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും നിലവിലെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടും. നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ചിന് ഭാവിയിൽ എത്രത്തോളം ജോലി സാധ്യതയുണ്ട് എന്നുള്ളത് തിരക്കുക. അതുപോലെ നിങ്ങൾ പഠിക്കുന്ന കോളേജിന്റെ നാഷണൽ റാങ്കിങ് എന്താണെന്നുള്ളത് കൃത്യമായി തിരക്കുക. ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് നല്ല മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായാലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നല്ല റാങ്കിങ് ഉള്ള ഒരു കോളേജിൽ കുറഞ്ഞ മാർക്കോട് കൂടി പഠിച്ച് പാസ്സായാലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഏറ്റവും എളുപ്പ വഴി AI-നോട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയണമെങ്കിൽ എന്റെ പ്രൊഫൈലിൽ കയറി മൈ ബോട്ട് എന്ന AI ഓപ്ഷനിൽ ടോപ്പ് റാങ്ക്ഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ കേരള എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ലിസ്റ്റ് കിട്ടും. അതുപോലെ നിങ്ങൾ ഇപ്പോൾ BComോ BSCയോ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, നിങ്ങളുടെ കോഴ്സുമായി നിങ്ങൾക്ക് ചേർന്ന് ചെയ്യാൻ പറ്റുന്ന AI കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് AI-നോട് തന്നെ ചോദിക്കുക. AI കോഴ്സസ് ഫോർ BCom ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ BSc ഗ്രാജുവേറ്റ്സ് എന്ന് നോക്കിയാൽ മതി. അതിനുശേഷം ആ കോഴ്സുകളെ കുറിച്ച് തിരക്കുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയ കോഴ്സ് നോക്കി ചെയ്തു തുടങ്ങുക. ഇപ്പോൾ ഉണ്ടാവുന്ന AI വിപ്ലവത്തിൽ നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന AI റിലേറ്റഡ് മാറ്റങ്ങൾ മനസ്സിലാക്കി അപ്ഡേറ്റഡ് ആയാൽ നിങ്ങൾക്ക് ജോലി സാധ്യത കൂടത്തതേ ഉള്ളൂ. ആ അപ്ഡേഷൻ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിലവിൽ ഇന്ത്യയിൽ സ്കിൽഡ് വർക്കേഴ്സിന്റെ എണ്ണം കുറയുന്നതും അൺഎംപ്ലോയ്മെന്റ് കൂടുന്നതും.